അങ്ങനെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഈ തോൽവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ ഈ ടെസ്റ്റിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. 5 ബാറ്റർമാരാണ് 2 ഇന്നിംഗ്സിലുമായി സെഞ്ചുറി കുറിച്ചത്. എന്നിട്ടും ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളവും നിരാശാജനകമായ ഒരു റിസൾട്ട് തന്നെയാണ്. പക്ഷെ അവർ പൊരുതി എന്നുള്ളത് മറ്റൊരു കാര്യം. പൊരുതി എന്നതിനേക്കാൾ ഏറ്റവും മികച്ച ഫൈറ്റ് തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ ടീം എന്ന് പറയുമ്പോൾ സ്ഥിരം കളിക്കാരായ രോഹിത് ശർമ്മ എന്ന അവരുടെ നായകനില്ലാതെ, വിരാട് കോഹ്ലി എന്ന ലെജൻഡ് ഇല്ലാതെ ഇറങ്ങിയ ഒരു ടീമാണിത്. നമുക്കറിയാം ഈ പരമ്പരയ്ക്ക് തൊട്ടു മുമ്പാണ് ഇരുവരും വിരമിച്ചത്, ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത്. അതിനുശേഷം ശുഭ്മാൻ ഗിൽ എന്ന യുവ താരത്തിന്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ഈ ടെസ്റ്റ് പരമ്പരയിൽ കളിക്കാൻ ഇറങ്ങിയത്. ശുഭ്മാൻ ഗിലിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഈ ഒരു പുതിയ ടീം, നമുക്കറിയാം ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരം കളിക്കാരായ 2 ഇതിഹാസ താരങ്ങൾ ഇല്ലാത്ത ഈ ടീം എങ്കിലും വളരെ മികച്ച പ്രകടനം തന്നെ അവർ കാഴ്ചവെച്ചു. ഈ ടെസ്റ്റ് പരമ്പരയിലേക്ക് വരുമ്പോൾ ഒരുവിധം എല്ലാ സെഷനുകളിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഒരുപക്ഷെ ബാസ്ബോൾ കളിക്കുന്ന ബെൻ സ്റ്റോക്സിന്റെ, ബ്രണ്ടൻ മക്കുലത്തിന്റെ, ഹാരി ബ്രൂക്കിന്റെയും ഒക്കെ ടീം ഇംഗ്ലണ്ടിനേക്കാൾ ഒരുവിധം എല്ലാ സെഷനിലും ഇന്ത്യയാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. നമുക്കറിയാം ആദ്യ ദിവസം തൊട്ട് ഇന്ത്യ വളരെ പോസിറ്റീവായി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ ശുഭ്മാൻ ഗില്ലും അതുപോലെ യശസ്വി ജയ്സ്വാളും സെഞ്ചുറി അടിക്കുന്നു. പിന്നീടുള്ള ദിവസം ഋഷഭ് പന്ത് സെഞ്ചുറി അടിക്കുന്നു. ഋഷഭ് പന്ത് ഈ ടെസ്റ്റ് മത്സരത്തിൽ 2 സെഞ്ചുറികൾ, ട്വിൻ സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. 2ാം ഇന്നിംഗ്സിലും അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടുണ്ട്. ആൻഡി ഫ്ലവറിന്റെ റെക്കോർഡിനൊപ്പം അദ്ദേഹം എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ ആൻഡി ഫ്ലവറിന്റെ റെക്കോർഡിനൊപ്പം എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഒരുവിധം എല്ലാ സെഷനിലും, 2 സെഷനിൽ ഒഴിച്ച് ഒരുവിധം എല്ലാ സെഷനിലും മികച്ച പ്രകടനമാണ് ആദ്യ 4 ദിവസം ഇന്ത്യ കാഴ്ചവെച്ചത്. 5ാം ദിനം പക്ഷേ ഇംഗ്ലണ്ട് അവരുടെ അപ്രമാദിത്വത്തോടുകൂടിയുള്ള അവരുടെ ബാറ്റിംഗ്, ഭയരഹിതമായ ബാസ്ബോൾ അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിൽ ഏത് സ്കോർ ആണെങ്കിലും 350+ സ്കോർ ആണെങ്കിലും മികച്ച രീതിയിൽ അതിനെ ചേസ് ചെയ്യാമെന്ന ആത്മവിശ്വാസത്തോടെ ഇംഗ്ലണ്ട് ഇറങ്ങുകയും ഇന്ത്യയെ പരാജയപ്പെടുത്തുകയുമായിരുന്നു. ഈ സെഷനിൽ ആദ്യ 4 ദിവസം നോക്കുമ്പോൾ ഇംഗ്ലണ്ട് മുൻകൈ എടുത്ത ഒരു സെഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വാലറ്റക്കാരെ ചുരുട്ടി കെട്ടിക്കൊണ്ട് 2ാം ഇന്നിംഗ്സ് പെട്ടെന്ന് അവസാനിപ്പിച്ച ആ ഒരു ഓവറുകൾ, ആ ഒരു സ്പെല്ല് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് മുൻകൈ എടുത്ത ഒരുപക്ഷെ ആദ്യ 4 ദിവസത്തെ ഏറ്റവും മികച്ച സെഷനുകളിൽ ഒന്നായിരുന്നു അത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. ആ വാലറ്റത്ത് കുറച്ചുകൂടി റൺസ് നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഋഷഭ് പന്ത് പുറത്തായതിനു ശേഷം കുറച്ചുകൂടി വാലറ്റക്കാർ എല്ലാം കൂടി റൺസ് നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ 400 മുകളിൽ ഒരു 400+430 വരെയെങ്കിലും ലീഡ് ഇന്ത്യക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ കൃത്യമായും വാലറ്റത്തെ ചുരുട്ടി കെട്ടിക്കൊണ്ട് ആ സെഷനിൽ ഇംഗ്ലണ്ട് വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മറ്റു സെഷനുകളിലെല്ലാം ഋഷഭ് പന്തിന്റെ മുമ്പിൽ ഉത്തരങ്ങളില്ലാതെ ഇംഗ്ലീഷ് ബോളർമാർ വല്ലാതെ വലയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ യശസ്വി ജയ്സ്വാളിന്റെ മുമ്പിലും ശുഭ്മാൻ ഗിലിന്റെ മുമ്പിലും KL രാഹുലിന്റെ മുമ്പിലും ഒക്കെയും അവർ ആയുധം മറന്ന് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സെഷനിൽ ഇന്ത്യൻ വാലറ്റത്തെ ചുരുട്ടി കെട്ടിക്കൊണ്ട് അത്രയും റൺസ് അവർ എടുക്കാൻ കഴിയുന്ന, അവരുടെ അത്രയും റൺസ് കുറവ് മാത്രം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അധികം റൺസ് അവർക്ക് നൽകാതെ അവരെ പെട്ടെന്ന് ഓൾ ഔട്ട് ആക്കിയതാണ് ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയ മറ്റു കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ഇംഗ്ലണ്ടുമായുള്ള ഈ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഭൂരിഭാഗം സെഷനിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിഭാഗം സെഷനിലും ആധിപത്യം പുലർത്തിയിട്ടും ഏതാണ്ട് ഒരു പടിക്കൽ കല മുടക്കുകയായിരുന്നു ശുഭ്മാൻ ഗിലിന്റെ യുവ ഇന്ത്യൻ ടീം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 5 വിക്കറ്റിന്റെ പരാജയമാണ് ഇന്ത്യക്ക് നേരിട്ടത്. ശരിക്കും 371 റൺസ് ഒരു വലിയ സ്കോർ ആയിരുന്നു. 371 റൺസ് എന്ന വെല്ലുവിളി ഉയർത്തുന്ന വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് നൽകാനായിട്ടും അത് പ്രതിരോധിക്കാൻ അവസാന ദിനം സാധിക്കാതെ പോയതാണ് ഇന്ത്യൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്താനുള്ള മറ്റൊരു കാരണം. ഓപ്പണർ ബെൻ ഡെക്കറ്റ് 149 റൺസ് കിഡ്ലൻ സെഞ്ചുറിയുമായി റൺ ചേസിൽ ചുക്കാൻ പിടിച്ചപ്പോഴാണ് ഈ ഒരു 5 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ഇംഗ്ലണ്ട് ഏതാണ്ട് അനായാസം തന്നെ വിജയത്തിലേക്ക് എത്തിയത്. ഈ ആദ്യ ടെസ്റ്റ് 170 പന്തിൽ 21 ഫോറും ഒരു 6റും ഉൾപ്പെട്ടതായിരുന്നു ഓപ്പണറായ ബെൻ ഡെക്കറ്റിന്റെ മനോഹരമായ ഇന്നിംഗ്സ്. ഡെക്കറ്റിന്റെ ഓപ്പണിംഗ് പങ്കാളിയായ സാക് റോളിയും മികച്ച ഫോമിൽ കളിച്ചു. 65 റൺസാണ് അദ്ദേഹം നേടിയത്. അതുപോലെ ജോ റൂട്ട് 53 നോട്ട് ഔട്ട്, ഇവരൊക്കെയും വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയുണ്ടായി. ജാമി സ്മിത്ത് 44 നോട്ട് ഔട്ട്, ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് 33 എന്നിവരും ബാറ്റിംഗിൽ തിളങ്ങുകയുണ്ടായി. ഇന്ത്യക്കായി പ്രസിദ്ധ് കൃഷ്ണ 2 വിക്കറ്റ് നേടി. സദുൽ താക്കൂറും 2 വിക്കറ്റ് എടുത്തപ്പോൾ ഏവരും പ്രതീക്ഷിച്ച ജസ്പ്രീത് ബുംറയ്ക്ക് ഈ ദിവസം ഒരു വിക്കറ്റും ലഭിച്ചില്ല. വിക്കറ്റ് നഷ്ടമില്ലാതെ 21 റൺസ് എന്ന നിലയിൽ 5ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലീഷ് ടീം ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ ഏതാണ്ട് 200-നടുത്ത് റൺസ് അടിച്ചെടുത്തപ്പോൾ തന്നെ കളി ഇന്ത്യയിൽ നിന്നും ലിറ്ററലി വഴുതിപ്പോയിരുന്നു. ലഞ്ച് ബ്രേക്കിന് ശേഷമാണ് ഈ ജോഡിയെ ഒന്ന് പിരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചത്.
അതായത് രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ബോളിംഗ് നിര നിരാശപ്പെടുത്തി എന്നതാണ് ഈ ടെസ്റ്റിൽ ഇന്ത്യൻ പരാജയത്തിന്റെ മറ്റൊരു പ്രധാന കാരണം. ആദ്യ ഇന്നിംഗ്സിൽ ഫൈഫറുമായി ബോളിംഗിന് ചുക്കാൻ പിടിച്ച സ്റ്റാർ പേസർ ബുംറ രണ്ടാം ഇന്നിംഗ്സിൽ അദ്ദേഹത്തിന് വേണ്ടത്ര ഫോമിൽ പന്തെറിയാൻ വന്നതോടെ വിക്കറ്റുകൾ ലഭിക്കാതിരുന്നതോടെ അതീവ ദുഷ്കരമായി തീരുകയായിരുന്നു ഇന്ത്യക്ക് വിജയലക്ഷ്യം. നമുക്കറിയാം പിന്നീട് പ്രസിദ്ധ് കൃഷ്ണ ഇന്ത്യക്ക് വിക്കറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ ഒരു ഓവറിൽ 6 മുകളിലുള്ള ശരാശരിയിലാണ് അദ്ദേഹം റൺസ് വഴങ്ങിയത്. ഏതാണ്ട് ഒരു ദിൻഡ അക്കാദമിയിൽ അദ്ദേഹത്തെ ചേർക്കേണ്ട സമയമായി തരത്തിലുള്ള ട്രോളുകളൊക്കെയും ഇപ്പോൾ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. കാരണം ഇത് 6 മുകളിൽ റൺസ് വഴങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊക്കെ ഏകദിന മത്സരങ്ങളിലോ T20 മത്സരങ്ങളിലോ ഒക്കെ ആണെങ്കിൽ മികച്ചൊരു സ്പെല്ലായിരിക്കും. പക്ഷെ ടെസ്റ്റിൽ 6 മുകളിൽ റൺസ് വഴങ്ങുക എന്ന് പറയുമ്പോൾ തീർച്ചയായും പ്രസിദ്ധ് കൃഷ്ണ ഈ ടീമിൽ വേണോ എന്നുള്ളത് ചിന്തിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ക്രോളിയെ സ്ലിപ്പിൽ KL രാഹുലിന്റെ കൈകളിൽ എത്തിച്ചുകൊണ്ട് അദ്ദേഹം ടീമിന് ബ്രേക്ക് ത്രൂ നൽകിയെങ്കിലും ഒല്ലി പോപ്പിനെ പിന്നീട് ക്ലീൻ ബോൾഡ് ആക്കുകയും ചെയ്തു എങ്കിലും അദ്ദേഹത്തിന്റെ ബോളിംഗ് അദ്ദേഹം വിക്കറ്റ് നേടിയിട്ടുണ്ടെങ്കിലും ആ ബോളിംഗ് ഫോം വളരെ വലിയ ഒരു കൺസേൺ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം 5 സെഞ്ചുറികൾ നേടിയ ഒരു ടീം ഒരു ടെസ്റ്റ് തോൽക്കുന്നത് 118 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇംഗ്ലണ്ടിനെ ശരിക്കും ആദ്യ ഇന്നിംഗ്സുകളിൽ ഇന്ത്യ വിറപ്പിച്ചിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 471 റൺസ് നേടിയിരുന്നു. നമുക്കറിയാം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിലെ ആദ്യ മത്സരത്തിൽ 147 റൺസ്, ഋഷഭ് പന്ത് 134, ജയ്സ്വാൾ 101 ഇവരുടെയൊക്കെ സെഞ്ചുറികൾ ടീമിന് കരുത്തായി മാറിയിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ. ലോവർ ഓവറിൽ നിന്നും മികച്ച സംഭാവനകൾ ഒരുപക്ഷെ ആ ഇന്നിംഗ്സിൽ തന്നെ ലഭിച്ചിരുന്നെങ്കിൽ ഒരു 600 റൺസ് ഉറപ്പായും ഇന്ത്യക്ക് നേടാൻ സാധിച്ചേനെ. വെറും 41 റൺസിനിടെയാണ് ഇന്ത്യക്ക് ആദ്യ ഇന്നിംഗ്സിൽ 7 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത്. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് നേടിയത് 465 റൺസാണ്. ഇന്ത്യക്ക് ലഭിച്ചത് വെറും 6 റൺസിന്റെ ലീഡ് മാത്രമായിരുന്നു. ഫീൽഡിംഗിൽ വരുത്തിയ വലിയ പിഴവുകളാണ് മത്സരം തോൽക്കുന്നതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യക്ക് തിരിച്ചടിയായ മറ്റൊരു കാരണം. ഇംഗ്ലണ്ടിന്റെ 6 ക്യാച്ചുകളാണ്, ഏതാണ്ട് ഈസി ക്യാച്ചുകളാണ് ഇന്ത്യൻ താരങ്ങൾ പാഴാക്കിയത്. ഇതിൽ ഒല്ലി പോപ്പ് സെഞ്ചുറി നേടുകയുണ്ടായി, ഹാരി ബ്രൂക്ക് ആദ്യ ഇന്നിംഗ്സിൽ 99 റൺസ് നേടുകയുണ്ടായി, ബെൻ ഡെക്കറ്റ് 50 നേടുകയുണ്ടായി. അപ്പോൾ ഇന്ത്യ നഷ്ടപ്പെടുത്തിയ ക്യാച്ചുകളും അവർക്ക് വിനയായി. നേരിയ ലീഡുമായി വീണ്ടും ബാറ്റിംഗിൽ ഇറങ്ങിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 364 റൺസാണ് നേടിയത്. ഋഷഭ് പന്ത് ബോളർമാരെ ചവിട്ടി മെതിച്ചുകൊണ്ട് വീണ്ടും ഒരു സെഞ്ചുറി സ്വന്തം പേരിൽ കുറിച്ചപ്പോൾ KL രാഹുലും ഈ ഇന്നിംഗ്സിൽ തകർപ്പൻ സെഞ്ചുറിയുമായി ടീമിന്റെ അമരക്കാരനായി മാറുകയുണ്ടായി. പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ മറ്റാരും തന്നെ 30 റൺസ് പോലും തികച്ചില്ല എന്നതാണ് ഇന്ത്യക്ക് വലിയ സ്കോർ നേടാൻ കഴിയാതെ പോയത്. ആദ്യ ഇന്നിംഗ്സിലേതുപോലെ രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യൻ വാലറ്റും ഫ്ലോപ്പ് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 31 റൺസിന്റെ 6 വിക്കറ്റുകളാണ് രണ്ടാം ഇന്നിംഗ്സിൽ ടീം കൈവിട്ടത്. അതല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 450+ വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് നൽകാൻ ഇന്ത്യക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ വാലറ്റ് നമുക്കറിയാം കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരകളിലെല്ലാം ഇന്ത്യൻ വാലറ്റ് എന്ന് പറയുമ്പോൾ ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിൽ അതുപോലെ മുഹമ്മദ് ഷമിയുടെ നേതൃത്വത്തിലും ഒക്കെയും മികച്ച ഫോം കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ ഇംഗ്ലണ്ടിലുള്ള ടെസ്റ്റ് സീരീസിൽ അവരൊക്കെയും ആഞ്ഞടിച്ചുകൊണ്ട് ഇന്ത്യൻ വാലറ്റത്തിന്റെ തിലകക്കുറിയായിക്കൊണ്ട് റൺസ് നേടിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീരീസിൽ അല്ലെങ്കിൽ ഈ സീരീസിലെ ആദ്യ ടെസ്റ്റിൽ നമ്മൾ കണ്ടത് ഇന്ത്യൻ വാലറ്റത്തിന്റെ പരാജയം കൂടിയാണ്. നിർണായകമായ റൺസ് അവർക്ക് നേടാൻ കഴിയാതെ പോയി എന്നതാണ്, ഈ 2 ഇന്നിംഗ്സിലും നേടാൻ കഴിയാതെ പോയി എന്നതാണ് ഇന്ത്യയുടെ തോൽവിക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ബുംറ ഒഴിച്ച് മറ്റു ബോളർമാരൊക്കെയും ശരാശരിയാണ് എന്നതും നമുക്ക് ഈ ടെസ്റ്റിൽ കൃത്യമായും മനസ്സിലാക്കാൻ സാധിച്ചു. ബുംറ ഈ പരമ്പരയിൽ എത്ര ടെസ്റ്റുകൾ കളിക്കുന്നു എന്നതും ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. ബുംറ കളിക്കുന്ന ടെസ്റ്റുകളിൽ മാത്രമാണ് ഇന്ത്യക്ക് വിജയ സാധ്യത ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ ബോളിംഗിന്റെ കാര്യങ്ങൾ. മുഹമ്മദ് ഷമി ഈ ടീമിൽ അദ്ദേഹം വിക്കറ്റ് ടേക്കറാണ്, പക്ഷെ അദ്ദേഹത്തിന് പരിക്ക് കാരണം അദ്ദേഹത്തെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത മത്സരങ്ങളിലെങ്കിലും ടീമിലെ ബോളിംഗ് നിരയിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അർഷദീപ് സിംഗ് ഒരുപക്ഷെ ടീമിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തോൽവി കപ്പിനും ചുണ്ടിനും ഇടയിൽ ഏറ്റവും നന്നായി 4 ദിവസം കളിച്ചിട്ടും 5-ാം ദിവസം വിക്കറ്റ് എടുക്കാൻ സാധിക്കാതെ പോയത് കൊണ്ട് ഇങ്ങനെയൊരു തോൽവി നേരിട്ടപ്പോൾ ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു തുടക്കം തന്നെയാണ്. പക്ഷേ കപ്പിനും ചുണ്ടിനും ഇടയിലുള്ള ഈ നേരിയ തോൽവി തീർച്ചയായും അവരുടെ മനോവീര്യത്തെ എത്രത്തോളം അലട്ടും എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഇങ്ങനെയുള്ള തോൽവികളാണ് പലപ്പോഴും നമ്മളെ വലിയ രീതിയിൽ വേദനിപ്പിക്കുക. വലിയ തോൽവിയാണെങ്കിൽ അത് പോട്ടെ എന്ന് വെക്കാം, പക്ഷെ ജയിക്കാമായിരുന്ന മത്സരം തോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ജയിക്കാമായിരുന്ന മത്സരങ്ങൾ അല്ലെങ്കിൽ ജയിക്കാമാവുന്ന സന്ദർഭങ്ങൾ തോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. തീർച്ചയായും ശുഭ്മാൻ ഗില്ലിനും ഇന്ത്യൻ ടീമിനും അങ്ങനെ ഒരു വിഷമം അവരെ മതിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.